പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും പാരൻസിനും പേടിയുണ്ടാവും, സ്റ്റുഡൻസിനും പേടിയുണ്ടാവും. ഒരു പ്രത്യേക മൊമെൻറ്റിലായിരിക്കും പോകുന്നത്. അത് 18-ാം വയസ്സിൽ നമ്മൾ തീരുമാനം എടുക്കാതെ 17-ാം വയസ്സിൽ തീരുമാനം എടുക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കേസിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം, കുട്ടികളോടുള്ള അഭിപ്രായം, അല്ലെങ്കിൽ പാരൻസിനോട് പറയുന്നത്? പാരൻസും നമ്മൾ തമ്മിൽ ഒരു ജനറേഷണൽ ഗ്യാപ്പ് എന്തായാലും ഉണ്ട്. ഇപ്പോൾ അവർ അത്യാവശ്യം നോളജബിൾ ആണ്. കറൻറ്റ്ലി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അത്ര ഒരു വിഷൻ ഉള്ളവരാണെങ്കിൽ അതിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇൻപുട്ട് തരണതിൽ ഹെൽപ്പ് ചെയ്യാം. എന്ന് പറഞ്ഞ് ഡിസിഷൻ മേക്ക് ചെയ്യല്ലേ, ഇതാവണം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ബട്ട് ഇൻപുട്സ് കൊടുക്കാം. എൻ്റെ പാരൻസും അത്യാവശ്യം ഇൻപുട്സ് തരുന്നുണ്ട്. ബട്ട് ഇങ്ങനെ തന്നെ ആവണം എന്ന് പറഞ്ഞിട്ടില്ല. സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളും അങ്ങനെ പറയും. അവർക്ക് അറിയാവുന്ന കാര്യം അറിയാവുന്നവരെ എന്ന് ടിപ്സ് എടുക്കുക. ഒരു ജനറേഷനുള്ള ജോലി ഒരിക്കലും ഇനി അടുത്ത ജനറേഷനിൽ കാണത്തില്ല. ഇപ്പോൾ തന്നെ യൂബർ ഡ്രൈവേഴ്സ് ഇപ്പം കാണും. കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമേറ്റഡ് കാർ ആയിരിക്കാം. ടെക്നോളജി വളരുന്നുണ്ട്. മുൻപത്തെ കാലത്ത് പഠിക്കുക, ഡിഗ്രി നേടുക, നല്ല ജോലി നേടുക, നല്ല ജോലി ഉണ്ടെങ്കിൽ നല്ല ലൈഫ്. ബട്ട് ഇനി അങ്ങോട്ടുള്ള കാര്യത്തിൽ അതിൽ ചേഞ്ചസ് വരാം. ഏത് രീതിയിലും ആവും. അത് അൺഎക്സ്പെക്റ്റഡാണ്. അവിടെയാണ് അവിടുത്തെ കീ ഇരിക്കുന്നത്. നമ്മൾ കറൻറ്റ്ലി എന്താണ് ഉള്ളത് അത് പഠിക്കുക, എന്താണെന്ന് റിസർച്ച് ചെയ്യുക. അതിനൊത്ത് പാരൻസിന് ടിപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. സ്റ്റുഡൻസും അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുക. വെറുതെ റീലും തോണ്ടി ഡോപ്പമിൻ ഹിറ്റ് അടിച്ചിട്ട് കാര്യമില്ല. നമ്മളതിൽ കൂടുതൽ ഹാർഡ് വർക്ക് ഇട്ട് വർക്കൗട്ട് ചെയ്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് ചെയ്യുക. വെറും യൂസ്ലെസ് ആയിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. സമൂഹത്തിനും മറ്റുള്ളവർക്കും വാല്യൂ കൊടുക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ് ചെയ്യുക.